നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററായിട്ടുള്ള ലയൺസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലെ റൊമാൻറ്റിക് പോയറ്റായിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത്. നമുക്കറിയാം ഈ യൂണിറ്റ് പ്രകൃതിയെക്കുറിച്ചുള്ളതാണ്. പ്രകൃതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ പോയവും സ്വാഭാവികമായിട്ടും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല ഈ കവിത എഴുതിയിരിക്കുന്ന വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന വ്യക്തി വളരെയധികം പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ പ്രകൃതി കവി എന്നാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ലയൺസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. സ്പ്രിംഗ് എന്താണെന്ന് നമുക്കറിയാം, വസന്തകാലം. വസന്തകാലത്തിൽ എഴുതപ്പെട്ട വരികൾ എന്നാണ് കവിതയുടെ തലക്കെട്ട്. നമുക്ക് കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം. വില്യം വേർഡ്സ്വർത്ത് വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന വ്യക്തി വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. റൊമാൻറ്റിക് കാലഘട്ടം, അതായത് കാൽപ്പനിക കാലഘട്ടത്തിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. ലിറിക്കൽ ബാലഡ്സ്, എ കളക്ഷൻ ഓഫ് പോയംസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോളറിഡ്ജ് മെയ്ഡ് ഹിം എ മേജർ ഫിഗർ ഇൻ ദ ലിറ്റററി സർക്കിൾ. വില്യം വേർഡ്സ്വർത്തും അദ്ദേഹത്തിൻ്റെ ലിറ്റററി കൊളാബറേറ്റീവ് ആയിരുന്ന, അതായത് സാഹിത്യ പങ്കാളിയായിരുന്ന സാമുവൽ ടൈലർ കോളറിഡ്ജ് എന്ന് പറയുന്ന മറ്റൊരു കവിയും കൂടി ചേർന്നിറക്കിയ ഒരു കവിതാ സമാഹാരമുണ്ട്. ലിറിക്കൽ ബാലഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ആ ലിറിക്കൽ ബാലഡ്സ് മെയ്ഡ് ഹിം എ മേജർ ഫിഗർ ഇൻ ദ ലിറ്റററി സർക്കിൾ. സാഹിത്യ വൃത്തത്തിൽ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു വലിയ പ്രചാരം നേടിക്കൊടുത്തു. ഹി ബിക്കെയിം പോയറ്റ് ലോറേറ്റ് ഇൻ 1843. അദ്ദേഹം 1843 പോയറ്റ് ലോറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു മാറി, ഒരു സ്ഥാനമാണത്. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ഡാഫഡിൽസ്, ലൂസി ഗ്രേ ആൻഡ് ദ പ്രില്യൂഡ്. അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ പ്രശസ്തമായ 1-2 കവിതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഡാഫഡിൽസ്, ലൂസി ഗ്രേ, ദ പ്രില്യൂഡ് എന്ന് പറയുന്നത്. In simple ordinary language, Wordsworth presents nature as an antidote to the corrupting influences of the society. വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ഭാഷയിലാണ് വേർഡ്സ്വർത്ത് കവിതകൾ എഴുതുന്നത്. ഈ ലളിതമായിട്ടുള്ള ഭാഷകളിൽ എഴുതുന്ന കവിതകളിലൂടെ വേർഡ്സ്വർത്ത് പ്രകൃതിയെ എന്തായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അറിയാമോ? ആസ് ആൻ ആൻറ്റിഡോട്ട് ടു ദി കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദ സൊസൈറ്റി. പ്രകൃതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു മറുമരുന്നായിട്ടാണ് പ്രകൃതി എന്ത് ചെയ്തിരിക്കുന്നത്, അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് എല്ലാ മോശമായിട്ടുള്ള അവസ്ഥകളെയും മാറ്റുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മുടെ വേർഡ്സ്വർത്ത് നേച്ചറിനെ അല്ലെങ്കിൽ പ്രകൃതി അവതരിപ്പിക്കുന്നത്. എല്ലാ വസ്തുക്കളെയും സൂത്ത് ചെയ്യുന്ന, എല്ലാ വിഷമങ്ങളെയും മാറ്റുന്ന ഒരു സംഗതിയായിട്ടാണ് വേർഡ്സ്വർത്ത് പ്രകൃതിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഹി ഈസ് നോൺ ആസ് ദി പോയറ്റ് ഓഫ് നേച്ചർ. അദ്ദേഹം പ്രകൃതി കവി എന്നാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഹി വാസ് എ ഗ്രേറ്റ് അഡോറർ ഓഫ് നേച്ചർ. പ്രകൃതിയുടെ നിത്യ ഉപാസകനായിട്ടാണ് വില്യം വേർഡ്സ്വർത്തിനെ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള വേർഡ്സ്വർത്ത് ഒരു ദിവസം ഒരു ഗ്രൂവിൽ, അതായത് ഒരു മരത്തോട്ടത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെയാണ് അദ്ദേഹം കവിതാരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ലയൺസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. വസന്തകാലത്തിൻ്റെ ആദ്യത്തിൽ കുറിക്കപ്പെട്ട വരികൾ. I heard 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. ആദ്യത്തെ സ്റ്റാൻസ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ 4 വരികളിൽ എന്താണ് പറയുന്നത്? I heard 1,000 blended notes. അദ്ദേഹം പറയുകയാണ്, ഞാനൊരു 1000 സമ്മിശ്ര ശബ്ദങ്ങൾ കേട്ടു. ബ്ലെൻഡഡ് മീൻസ് മിശ്രണം ചെയ്യപ്പെട്ട, അതായത് പലതരത്തിലുള്ള വസ്തുക്കളെ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് മിശ്രണം ചെയ്ത് കേൾപ്പിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ മിശ്രണം ചെയ്യുന്നതിനെയാണ്, മിക്സ് ചെയ്യുന്നതിനെയാണ് ബ്ലെൻഡ് ചെയ്യുക എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നത്. ഇവിടെ പോയറ്റ് പറയുകയാണ്, ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. ഞാൻ 1000 മിശ്രണം ചെയ്ത നോട്ട്സ് കേട്ടു. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സംഗീതത്തിൻ്റെ ശീലുകളെയാണ് നമ്മൾ നോട്ട്സ് എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നത്. നോട്ട് ബുക്കിൽ എഴുതുന്നതിനെ നമ്മൾ നോട്ട്സ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന സംഗീതത്തിൻ്റെ ശീലുകൾ, ശബ്ദങ്ങൾ എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി. 1000 സമ്മിശ്ര ശബ്ദങ്ങൾ ഞാൻ എന്ത് ചെയ്തു കേട്ടു. എപ്പോഴാണ്? വൈൽ ഇൻ എ ഗ്രൂവ് ഐ സേറ്റ് റിക്ലൈൻഡ്. ഞാൻ എവിടെ ഇരുന്ന സമയത്ത് റിക്ലൈൻഡ് ആയിട്ട്, അതായത് ഒരല്പം വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിശ്രമ അവസ്ഥയിൽ ഒരു ഗ്രൂവിൽ, ഒരു മരത്തോട്ടത്തിലിരുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത് കേട്ടത്. അതായത് കവി ഇരിക്കുന്നത് പ്രകൃതിയിലാണ്. പ്രകൃതിയുടെ 1000 സമ്മിശ്ര ശബ്ദങ്ങളെ അദ്ദേഹം കേട്ടു എന്നാണ് പറയുന്നത്. 1000 എന്നൊക്കെ പറയുന്നത് ഒരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗത്തിന് വേണ്ടി നടത്തിയാണ്. അല്ലാതെ അദ്ദേഹം ശബ്ദം അവിടെ ഇരുന്ന് എന്ത് ചെയ്തൊന്നുമില്ല, എണ്ണിത്തിട്ടപ്പെടുത്തിയതൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് പല പല ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. പല പല പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. കാറ്റിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. കാറ്റിൻ്റെ മർമ്മരം, അതുപോലെ കാറ്റ് ഇലകളെ തഴുകി പോകുമ്പോഴുള്ള ശബ്ദം, കാറ്റ് മുളങ്കാറ്റിലൂടെ അടിച്ചു പോകുമ്പോൾ, വീശി പോകുമ്പോഴുള്ള ശബ്ദം, അങ്ങനെ ഒരു 1000 ശബ്ദങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കേൾക്കാനായിട്ട് സാധിക്കും. ഇതേ ശബ്ദങ്ങൾ തന്നെയാണ് സസൂക്ഷ്മം അവിടെ ഇരുന്ന സമയത്ത് നമ്മുടെ
പിന്നെ വേർഡ്സ് ഓർത്തിനും കേൾക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രൂ ഐ സൈറ്റ് റിക്ലൈൻഡ് ഇൻ ദാറ്റ് സ്വീറ്റ് മോഡ്. ആ മധുരതരമായിട്ടുള്ള അവസ്ഥയിൽ വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദി മൈൻഡ്. എൻ്റെ മനസ്സിലേക്ക് എന്ത് കടന്നു വന്നു? വെൻ പ്ലസൻറ്റ് തോട്ട്സ്, സന്തോഷകരമായിട്ടുള്ള ചിന്തകൾ, ബ്രിങ് സാഡ് തോട്ട്സ് ടു ദി മൈൻഡ്, സങ്കടകരമായിട്ടുള്ള ചിന്തകളെയും കൂടി എന്ത് ചെയ്യുന്നു? എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കവി പ്രകൃതിയിലിരിക്കുകയാണ്, ഒരു ഗ്രൂവിൽ, ഒരു പിന്നെ മരത്തോട്ടത്തിലിരിക്കുകയാണ്. ഒരുപാട് ശബ്ദങ്ങൾ അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പ്രകൃതിയെ ഇങ്ങനെ ഉപാസിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നല്ല ചിന്തകളും അതിനോടൊപ്പം തന്നെ മോശം ചിന്തകളും എന്ത് ചെയ്യുകയാണ്? കടന്നു വരികയാണ്. പ്ലസൻ്റ് ആയിട്ടുള്ള സന്തോഷം തരുന്ന ചിന്തകളും അതുപോലെ വിഷമിപ്പിക്കുന്ന ചിന്തകളും കടന്നു വരികയാണ്. അതെന്താണെന്ന് നമുക്ക് പോകെ പോകെ മനസ്സിലാവും. കവി ചിന്തിക്കുകയാണ്, ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. നോക്കുക, അടുത്ത 4 വരി നോക്കുക. അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന ചിന്തയും സങ്കടം നൽകുന്ന ചിന്തയും ഒക്കെ അദ്ദേഹം പറയുകയാണ്. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്, നേച്ചർ ലിങ്ക് ചെയ്തിരിക്കുകയാണ്, നേച്ചർ ബന്ധിപ്പിച്ചിരിക്കുകയാണ്, പ്രകൃതി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ടു ഹെർ ഫെയർ വർക്ക്സ്, ഫെയർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയുടെ എല്ലാ മനോഹാരിതയോടും പ്രകൃതി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രകൃതിയുടെ എല്ലാ ആസ്പെക്ട്സിനോടും എല്ലാ വസ്തുക്കളോടും പ്രകൃതി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തിനെ? ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ, എന്നിലൂടെ എന്ത് ചെയ്യുന്ന ഒഴുകുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഹ്യൂമൻ സോൾ, മനുഷ്യാത്മാവിനെ പ്രകൃതിയുടെ ആ വസ്തുക്കളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമാണുള്ളത് എന്ന് ആരവിടെ ഇരുന്ന് മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ ആര് പറയുകയാണ്? വില്യം വേർഡ്സ്വർത്ത് പറയുകയാണ്. ദാറ്റ് മീൻസ് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരിക്കലും ഭേദിക്കാൻ കഴിയാത്ത, ഒരിക്കലും വെട്ടിമുറിക്കാൻ കഴിയാത്ത, സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആര് തന്നെയാണ്? ഈ പ്രകൃതി തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ ഇരുന്ന് ആർക്കുണ്ടാവുകയാണ്? നമ്മുടെ വേർഡ്സ്വർത്തിന് ഉണ്ടാവുകയാണ്. അപ്പോൾ അത് സന്തോഷകരമായിട്ടുള്ളൊരു ചിന്തയാണ്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ. ഇനി കവി വീണ്ടും പറയുകയാണ്, ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്, മച്ച് ഇറ്റ് ഗ്രീവ്ഡ്, എനിക്ക് സങ്കടം തോന്നുകയാണ്, എനിക്ക് ഗ്രീഫ്, ദുഃഖം തോന്നുകയാണ്, മൈ ഹാർട്ട് ടു തിങ്ക്, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുകയാണ്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ ഈ പ്രകൃതിയോട് എന്താണ് ചെയ്യുന്നത്, മനുഷ്യനോട് എന്താണ് ചെയ്യുന്നത്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഈ പ്രകൃതിയിൽ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദുഃഖമാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. പ്രകൃതിയുടെ ആത്മാവിനെ മനുഷ്യൻ്റെ ആത്മാവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യനാണെങ്കിലോ ആ പ്രകൃതിയുടെ ആത്മാവിനെ നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവൃത്തിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എന്തുവെന്ന് നിറയുകയാണ്? ദുഃഖം വന്ന് നിറയുകയാണ്. അതാണ് കവി തൊട്ട് മുമ്പേ പറഞ്ഞത്, വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദി മൈൻഡ്. പ്ലസൻ്റ് ആയിട്ടുള്ള തോട്ട്സ്, ചിന്തകൾ സാഡ് തോട്ട്സിനെയും കൂടി എൻ്റെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. അതാണ്ട് ഈ സ്റ്റാൻസയിൽ നമുക്കത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ട്. പ്ലസൻ്റ് ആയിട്ടുള്ള തോട്ട്സ് സാഡായിട്ടുള്ള തോട്ട്സിനെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്താണ് ഇനി അടുത്ത സ്റ്റാൻസയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം അവിടെ ഇരുന്ന് കാണുന്ന കാഴ്ചകളെപ്പറ്റി ഒന്ന് വിവരിക്കുകയാണ്, മനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ ദൃശ്യങ്ങളെപ്പറ്റി ഒന്ന് വിവരിക്കുകയാണ് നടക്കുന്നത്. ത്രൂ പ്രിംറോസ് ടഫ്റ്റ്സ്, പ്രിംറോസ് എന്ന് പറഞ്ഞാൽ ഒരുതരം ചെടിയാണ്. ടഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടിയുടെ കൂട്ടം, നിറഞ്ഞു നിൽക്കുന്ന ചെടിയുടെ കൂട്ടത്തിനാണ് ടഫ്റ്റ് എന്ന് എന്ത് ചെയ്യുന്ന പറയുന്നത്. ത്രൂ പ്രിംറോസ് ടഫ്റ്റ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ, എവിടെയായി പ്രിംറോസിൻ്റെ ടഫ്റ്റ്സ് ചെടിയുടെ കൂട്ടം നിൽക്കുന്നത് അറിയുമ്പോൾ? ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ, ആ പച്ച നിറത്തിലുള്ള ഹരിതാപമായിട്ടുള്ള ബോവർ മീൻസ് വള്ളിക്കുടിലാണ് നിൽക്കുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു വള്ളിക്കുടിൽ കാണാൻ സാധിക്കും. ആ വള്ളിക്കുടിൽ നിറച്ചും എന്ത് നിൽക്കുകയാണ്? പ്രിംറോസ് ചെടികൾ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി അദ്ദേഹം ഒരു കാര്യം കാണുകയാണ്. എന്താണ്? ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീത്ത്സ്. പെരിവിങ്കിൾ എന്ന് പറയുന്ന മറ്റൊരു ചെടി ട്രെയിൽഡ് ഇറ്റ്സ് റീത്ത്, അതിൻ്റെ റീത്ത് എന്ത് ചെയ്യുകയാണ്? ട്രെയിൽ ചെയ്യുകയാണ്, മീൻസ് നീട്ടുകയാണ് പുറത്തേക്ക്. അതായത് പെരിവിങ്കിൾ എന്ന് പറയുന്ന ചെടി അതിൻ്റെ പുഷ്പകിരീടം എന്ത് ചെയ്യുകയാണ്? നീട്ടി നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ ചെടികൾക്കിടയിലൂടെ പെരിവിങ്കിൾ എന്ന് പറയുന്ന ഒരു ചെടിയുടെ പൂവ് ഇങ്ങനെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? തള്ളി നിൽക്കുന്നൊരു കാഴ്ച. ബാക്ക്ഗ്രൗണ്ടിൽ പച്ചയും സെൻട്രലായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നൊരു പുഷ്പവും ഇങ്ങനെ നീണ്ടു നിൽക്കുന്നൊരു കാഴ്ച ആര് കാണുകയാണ്? നമ്മുടെ കവി കാണുകയാണ് അവിടെ ഇരുന്നുകൊണ്ട്. ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത്. അപ്പോൾ ആ പൂവിനെ കാണുന്ന സമയത്ത്, ആ പെരിവിങ്കിൾ പുഷ്പത്തെ കാണുന്ന സമയത്ത്, ആ ഗ്രീൻ ബോവറിലുള്ള എന്തിൻ്റെ അകമ്പടിയോടി നിൽക്കുന്ന? പ്രിംറോസിൻ്റെ കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടി നിൽക്കുന്ന ആ പെരിവിങ്കിൾ ചെടിയെ അദ്ദേഹം കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ പൂവിനെ അദ്ദേഹം കാണുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത്, എനിക്ക് തോന്നുകയാണ്, ഇതിൻ്റെ വിശ്വാസമാണ്, ദാറ്റ് എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഓരോ പൂവും ഓരോ പുഷ്പവും അത് ശ്വസിക്കുന്ന വായുവിനെ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. അത് ശ്വസിക്കുന്ന വായുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ
ചുരുങ്ങിയ ജീവിതത്തെ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്വാസമില്ലാതെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അതായത് ശ്വസിക്കുന്ന വായുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിനെ ഇഷ്ടപ്പെടുന്നു. അതായത് ജീവിതത്തെ, ലൈഫ് സ്പാനെ അവരെന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. പുഷ്പങ്ങളുടെ കാര്യം അറിയാമല്ലോ, വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ അവയ്ക്ക് എന്ത് ചെയ്യുകയുള്ളൂ, ആയുസ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അവ വിടർന്ന് സന്തോഷം പരത്തിക്കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്പായുസാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് കവി പറയുന്നത്, ഇറ്റ്സ് മൈ ഫെയ്ത്ത് ദാറ്റ് എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. താൻ ശ്വസിക്കുന്ന വായുവിനെ, മീൻസ് തൻ്റെ ജീവിതത്തെ എല്ലാ പുഷ്പങ്ങളും എന്ത് ചെയ്യുന്നു, വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് കവിക്ക് തോന്നുകയാണ്, കവി വിശ്വസിക്കുകയാണെന്നാണ് കവി എന്ത് ചെയ്യുന്നത്, സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. അവിടെയും അദ്ദേഹം പ്രകൃതിയിൽ കാണുന്ന മറ്റൊരു കാഴ്ചയെ പറ്റിയാണ് പറയുന്നത്. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. എൻ്റെ ചുറ്റും നിൽക്കുന്ന പക്ഷികൾ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്, എന്ത് ചെയ്യാണ്, തത്തി കളിക്കുന്നുണ്ട്. പക്ഷികളൊക്കെ ഇങ്ങനെ തത്തി പോകുന്ന കാഴ്ച അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദിയർ തോട്ട്സ് ഐ കനോട്ട് മെഷർ. എനിക്ക് അളക്കാൻ സാധിക്കുന്നില്ല. ഐ കനോട്ട് മെഷർ ദിയർ തോട്ട്സ്. ആ പക്ഷികൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിടങ്ങളിൽ എന്തൊക്കെ വ്യവഹാരങ്ങളാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, അറിയാൻ കഴിയുന്നില്ല. എനിക്കതൊന്നും അളക്കാൻ കഴിയുന്നില്ല. അതിനുള്ള കഴിവ് ദൈവം എനിക്ക് നൽകിയിട്ടില്ല. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ്, അവരുടെ ഓരോ നേരിയ ചലനം പോലും, ഓരോ ചെറിയ ചലനം പോലും, ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ, അതിലെന്തുണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, ആനന്ദം ഉണ്ടായിരുന്നു. അതായത് ആ പക്ഷികളുടെ ചിന്താഗതികൾ എനിക്ക് അളക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ആ പക്ഷികളുടെ നേരിയ ചലനങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനായിട്ട് എനിക്ക് എന്ത് ചെയ്തിരുന്നു, സാധിച്ചിരുന്നു. അതായത് ആ പക്ഷികളെല്ലാം സന്തോഷവാന്മാരായിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, കവി സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് വരാം. അവിടെയും നമ്മുടെ പോയറ്റ് കാണുന്ന മറ്റൊരു കാഴ്ചയെ പറ്റിയാണ് പറയുന്നത്. ദ ബഡ്ഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദിയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. ദ ബഡ്ഡിങ് ട്വിഗ്സ്. എന്താ ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ? ചുള്ളിക്കമ്പനിയാണ് ട്വിഗ്സ് എന്ന് പറയുന്നത്. ബഡ്ഡിങ് ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മുളപൊട്ടി വരുന്ന ചെറിയ കമ്പുകൾ. ഒരു ചെടിയിൽ നോക്കിക്കഴിഞ്ഞാൽ പൂവ് മുളപൊട്ടി വരുന്നത് പോലെ അതിൻ്റെ ശിഖരങ്ങളും മുളപൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, വളരെ ചെറിയ രീതിയിൽ. അതാണ് ആ ബഡ്സാണ് പിന്നീട് വളർന്ന് ശാഖകളായിട്ട് നിന്നും മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബഡ്ഡിങ് ട്വിഗ്സ്, ബഡ് ചെയ്ത് വരുന്നത് മീൻസ് മുളപൊട്ടി വരുന്ന ഒരു ചെറിയ ചില്ല, ഒരു ചെറിയ ശാഖ. സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ, അതെന്ത് ചെയ്യുകയാണ്, അതിൻ്റെ ഫാൻ നീട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ചാമരം നീട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ക്യാച്ച് ദ ബ്രീസി എയർ, മന്ദമാരുതനെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി, ആ മന്ദമാരുതൻ്റെ തലോടലേൽക്കുന്നതിന് വേണ്ടി. അതായത് പുറത്തുകൂടി പോകുന്ന അല്ലെങ്കിൽ വീശി അകലുന്ന, ഒഴുകി അകലുന്ന ആ കാറ്റിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി, ആ കാറ്റിൻ്റെ മനോഹാരിതയെ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി ഈ ബഡ്ഡിങ് ട്വിഗ്സ്, ഈ മുളപൊട്ടി നിൽക്കുന്ന ചെടിയുടെ ശാഖകൾ എന്ത് ചെയ്യുകയാണ്, പുറത്തേക്ക് ഇങ്ങനെ കൈ നീട്ടുകയാണെന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. മറ്റൊന്നുമില്ല, അദ്ദേഹം ഇങ്ങനെ മുളപൊട്ടി വരുന്നൊരു ശിഖരത്തെ എന്ത് ചെയ്തു, കണ്ടു. അതിനെ അദ്ദേഹം ആലങ്കാരികമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദെയർ വാസ് പ്ലഷർ ദെയർ. അപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നൊരു കാര്യമേ ഉള്ളൂ. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദെയർ വാസ് പ്ലഷർ ദെയർ. അവിടെ എന്തുണ്ടായിരുന്നു? ദെയർ വാസ് പ്ലഷർ ദെയർ, അവിടെ സന്തോഷമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞേ മതിയാകൂ എന്നാണ് കവി എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി ഈ 3 സ്റ്റാൻസകളിൽ നോക്കിക്കഴിഞ്ഞാലും പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കവി ഒരു അവലോകനം നടത്തുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് അദ്ദേഹം ആ ഗ്രൂവിലിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞ കാഴ്ചകളെക്കുറിച്ച് അദ്ദേഹം ഒരു അവലോകനം നടത്തുകയാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ കാഴ്ചകളിൽ നിന്നെല്ലാം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും സന്തോഷഭരിതരാണ്, പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും സന്തോഷത്തെ എന്ത് ചെയ്യുന്നു, പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും എന്ത് ചെയ്യും, മാറും. അവിടെ സന്തോഷത്തിനുള്ള വക കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും എന്നാണ് കവി ഇതിൽ നിന്നെല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അവസാനത്തെ സ്റ്റാൻസയിൽ കവി എന്താണെന്ന് പറയുന്നതെന്ന് നോക്കാം. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്, ഇതെല്ലാം ഈ കാണുന്ന വസ്തുക്കളെല്ലാം, ഈ വിശ്വാസങ്ങളെല്ലാം ഫ്രം ഹെവൻ ബി സെൻറ്റ്, അത് എവിടെ നിന്ന് അയക്കപ്പെട്ടതാണ് എങ്കിൽ, ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്ന്, സ്വർഗരാജ്യത്ത് നിന്ന് അയക്കപ്പെട്ടതാണെങ്കിൽ, ദാറ്റ് മീൻസ് ഇതെല്ലാം ദൈവത്തിൻ്റെ എന്താണ് എങ്കിൽ, പദ്ധതിയാണ് എങ്കിൽ, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹൗലി പ്ലാൻ, ഇതെല്ലാം നേച്ചറിൻ്റെ ഹൗലി പ്ലാൻ ആണെങ്കിൽ, ഇതെല്ലാം പ്രകൃതിയുടെ പദ്ധതിയാണ് എങ്കിൽ, ഇതെല്ലാം സജ്ജീകരിച്ചു വെച്ചത് പ്രകൃതിയുടെ മാത്രം കഴിവാണ് എങ്കിൽ, ഇതിലൊന്നും മനുഷ്യന് യാതൊരുവിധ കൈകടത്തലുകൾക്കും അവകാശം ഇല്ല എങ്കിൽ, ഹാവ് ഐ നോട്ട് എ റീസൺ ടു ലാമെൻറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. കവി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹാവ് ഐ നോട്ട് എ റീസൺ ടു ലാമെൻറ്റ്, അതൊരു കാരണമല്ലേ, വിലപിക്കാൻ അതൊരു കാരണമല്ലേ എന്ന് കവി ചോദിക്കുകയാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ,
മനുഷ്യൻ ഈ പ്രകൃതിയോട് ചെയ്തത് എന്താണ്, മനുഷ്യനോട് ചെയ്തത് എന്താണ്, മനുഷ്യൻ ഈ പ്രകൃതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെനിക്ക് വിലപിക്കാൻ ഒരു കാരണമല്ലേ, സങ്കടപ്പെടാൻ ഒരു കാരണമല്ലേ എന്ന് കവി എന്ത് ചെയ്യുകയാണ്, ചോദിക്കുകയാണ്. അതായത് ഈ പ്രകൃതിയെ മനോഹരമായിട്ട് സജ്ജീകരിച്ചതിൽ മനുഷ്യന് യാതൊരുവിധ പങ്കുമില്ല. ഇതെല്ലാം നേച്ചറിൻ്റെ ഹോളി പ്ലാനാണ്, ഇതെല്ലാം ഹെവൻ്റെ ഹോളി പ്ലാനാണ്, ഇതെല്ലാം ഗോഡിൻ്റെ, ദൈവത്തിൻ്റെ ഹോളി പ്ലാനാണ്. ഇതിലൊന്നും മനുഷ്യന് യാതൊരുവിധ കൈകടത്തലുകളും ഇല്ല. അതായത് പ്രകൃതിയെ ഇങ്ങനെ മനോഹരമായിട്ട് സജ്ജീകരിച്ചതിൽ മനുഷ്യന് ഒരു പങ്കുമില്ല. എന്നാൽ അത് നശിപ്പിക്കുന്നതിലാണെങ്കിലോ മനുഷ്യന് മാത്രമാണെന്ത് ഏറ്റവും വലിയ പങ്കുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് സങ്കടപ്പെടാനൊരു കാരണമല്ലേ എന്നാണ് കവി എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ കവിതയുടെ അവസാനത്തിൽ ക്ലൈമാക്സിൽ കവി ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് സ്വയം ചോദിക്കേണ്ടത്. ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുവകകളും മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തതാണ്, നിർമ്മിച്ചു വെച്ചതാണ് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ഈ പ്രകൃതിയിലെ വിഭവങ്ങളെല്ലാം ചൂഷണം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സജ്ജീകരണങ്ങളൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ചതല്ല. ഇതൊന്നും തന്നെ നമ്മളുടെ കയ്യൊപ്പ് പതിഞ്ഞതല്ല. ഇതിലൊന്നിലും തന്നെ നമ്മൾക്ക് യാതൊരുവിധ അവകാശങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ യാതൊരുവിധ അവകാശങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഉപയോഗിക്കുന്നതിലുപരി അതിനെ എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. ഒരു മനുഷ്യൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കവി ചോദിക്കുകയാണ്, അത് ആലോചിക്കുന്ന സമയത്ത്, അതായത് ഈ മനുഷ്യൻ്റെ ചൂഷണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ദുഃഖം തോന്നുകയാണ്. ദുഃഖം തോന്നാൻ അതൊരു കാരണമല്ലേ എന്ന് കവി എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവസാനം ചോദിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രകൃതി ആവശ്യമാണ്, പ്രകൃതിക്കൊരിക്കലും നമ്മളെ ആവശ്യം ഇല്ല. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ പക്കൽ നിന്നുണ്ടാകേണ്ടത്. ഇതുവരെയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളല്ല നമ്മുടെ പക്കൽ നിന്ന് എന്തിയിരിക്കുന്നത്, ഉണ്ടായിരിക്കുന്നത്. സോ പ്രകൃതിയെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള, മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്ന, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെക്കുറിച്ച് അവബോധം നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള കവിതയായിരുന്നു വില്യം വേർഡ്സ്വർത്തിൻ്റെ ലയൺസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന കവിത. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാഠഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.